എല്ലാവർക്കും നമസ്കാരം. ഒറ്റയ്ക്ക് ഗുരുവായൂരേക്ക് പോകുന്നത് സങ്കല്പിക്കാനൊരു സുഖാണല്ലേ. അപ്പം അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് ആളുകളെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും ഇങ്ങളെവിടെയാണ്? നിങ്ങള് അമ്പക്ക് ഒന്നിച്ച് പോവല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ കമ്പനിയാവുന്നതും അതൊരു സുഖാണല്ലേ. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരു ദിവസം ഗുരുവായൂരിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കേൾക്കുകയാണ്. 2 അമ്മമാര് കഥകൾ പറയാണ്. അപ്പം ആദ്യം പറയട്ടെ, ഇത് കോട്ടയത്ത് നിന്നുള്ള ഒരു അനുഭവം പറയാണ്. അതിന് മുമ്പെയാണ് ഞാൻ ഈ ഒരു സംഭവം കേൾക്കുന്നത്. അപ്പോൾ 2 അമ്മമാർ പിന്നെ എവിടുന്നോ വന്ന് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ അവർ ഒരു സാമിയാണ്, ഒരു അമ്മ ഒരു സാമിയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഞാനിനി ഇന്ന് ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ കൊടുങ്ങല്ലൂരേക്ക് പോകും. അപ്പോൾ മറ്റേ അമ്മ ചോദിക്കും, എവിടുന്നാണ് ഭക്ഷണമൊക്കെ? അപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊരു പാത്രമുണ്ട്, പിന്നെ നമുക്ക് 2 ഓലയോ കൊതുമ്പോ അങ്ങനെ എന്ത് കിട്ടിയാൽ ചെറിയൊരു അടുപ്പുണ്ടാക്കി കഞ്ഞി വെച്ച് കുടിക്കാമല്ലോ, അങ്ങനെയൊക്കെ പോകാമല്ലോ, അങ്ങനെയൊക്കെ സുഖമായിട്ട് കഴിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ യാത്രയിൽ പരിചയപ്പെടുക, അങ്ങനെ ഒരു അനുഭവം, ചെറിയൊരു അനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ സുഖമുണ്ട്. യാത്രയുടെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കേട്ടാലോ? നമസ്കാരം ശ്രീകാന്ത് ചേട്ടാ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണേ. എനിക്ക് ഗുരുവായൂർ പല പ്രാവശ്യം പോയപ്പോഴും നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. ഇപ്രാവശ്യം ഏകാദശിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും ട്രെയിൻ കയറിയപ്പോൾ എൻ്റെ സീറ്റിൽ തന്നെ 2 അമ്മമാരുണ്ടായിരുന്നു. അവർ 2 പേരും ഗുരുവായൂർക്ക്. അവരുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അടുത്ത സീറ്റിൽ. എനിക്കും സന്തോഷമായിട്ടോ. തൃശ്ശൂർ ട്രെയിൻ ഇറങ്ങി ഞാൻ ഓട്ടോ വിളിച്ചു. 4 പേരും കൂടി ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ ഗുരുവായൂർക്ക്. എൻ്റെ ടിക്കറ്റും അവരാണ് എടുത്തത് കേട്ടോ. ഗുരുവായൂർ ചെന്ന് എന്നെ എൻ്റെ ലോഡ്ജിൽ അവിടെ വിട്ടിട്ടാണ് അവർ പോയത്. ലോഡ്ജിലെത്തി പെട്ടെന്ന് കയറി ഞാൻ അമ്പലത്തിൽ വന്നു. ആദ്യമേ പറയട്ടെ ഒരു കാര്യമുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കി, എനിക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും നേരത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ പറ്റണേ, എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. വന്നപ്പോഴേ ക്യൂവിൽ കയറിയിട്ടോ. പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ എങ്ങും പോകാതെ വീണ്ടും ക്യൂവിൽ തന്നെ കയറി. പക്ഷേ എന്നാൽ എനിക്ക് അകത്തെ ക്യൂവിലെത്തിയപ്പോൾ ക്ലോസ് ആയിട്ടോ. അവിടെ ഇരുന്നു 5 മണിക്കൂർ. എൻ്റെ അടുത്ത് നല്ല പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ. 54 വർഷമായി ഏകാദശി തൊഴുന്ന ഒരാളായിരുന്നു. ചെമ്പയെ വരെ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ആ അച്ഛനെ ഒന്ന് തൊട്ട് തൊഴുതു. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു ഏകാദശി തുടങ്ങിയെന്ന്. എനിക്ക് വിഷമമായിട്ടോ. ഏകാദശിക്ക് കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് വേണം കഴിയാനെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് സെക്യൂരിറ്റിയെ കണ്ട് അദ്ദേഹം ഒരു സ്ലിപ്പ് തന്നു. അതുകൊണ്ട് ഞാൻ നേരെ ലോഡ്ജിൽ പോയി. ഓടി കുളി കഴിഞ്ഞ് അമ്പലത്തിലെത്തി. എൻ്റെ ക്യൂവിലിരുന്നവരെല്ലാം കയറിയിരുന്നു. എന്നോട് പറഞ്ഞു വേഗം കയറിക്ക് വന്നിട്ടോ. അകത്ത് കയറി തൊഴുതു. പഴയ താമരക്കണ്ണൻ്റെ അവിടെ എത്തി. തിരിഞ്ഞപ്പോൾ തിരുമേനി ഒരു ചേച്ചിക്ക് എന്തോ കൊടുക്കുന്നത് കണ്ടുട്ടോ. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. തിരുമേനി ഒരു കവർ എനിക്കും തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിലൊരു മഞ്ഞപ്പട്ട്, ചുവന്ന പട്ട്, 2 പഴം, പൂവ്, കളഭം. എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് ഇത് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ എന്തെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ, അതായിരിക്കും ഇതെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പേര് ജൂലി എന്നാണ് കേട്ടോ. ഞാൻ ഈ അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. ജോലി ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണല്ലേ. വരിയിൽ നിന്ന് ഒരച്ഛൻ 3 തവണ ചെമ്പൈ ഭാഗവതരെ കണ്ടിട്ടുള്ള, 54 തവണ ഏകാദശി തൊഴാൻ ഭാഗ്യം സിദ്ധിച്ച അച്ഛനെന്ന് പറയുന്നത് എന്താ തൊട്ട് തലയിൽ വെച്ചുല്ലേ. അത് നമ്മുടെ ഒരു സംസ്കാരമാണല്ലേ. അത് ജോലി ചെയ്തു എന്നുള്ളത് സന്തോഷമാണ്. പിന്നെ ഏകാദശി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ വേഗത വീട്ടിൽ റൂമിൽ പോയി വീണ്ടും കുളിച്ചൊക്കെ ഫ്രഷായി വന്നിട്ട് ഭഗവാനെ കാണാൻ നിന്നു. ഇതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ പെർഫെക്റ്റ് ആവുക, നമ്മൾ ക്ലീൻ ആവുക, മനസ്സും ശരീരവും ശുദ്ധമാവുക എന്നൊക്കെ പറയുന്നത് അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ. പിന്നെ വേറെ വിശേഷം എന്താണുള്ളത്? ജൂലിയുടെ ഈ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഈ ഞായറാഴ്ച അങ്ങനെ പോട്ടെ. ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. ഹരേ കൃഷ്ണ.